ഞങ്ങളെ അടുത്തും അകലെയുമായി സശ്രദ്ധം വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ ദേശസ്നേഹികൾക്കും ഉച്ചകഴിഞ്ഞുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഈ ഗ്രാമവാസികളോട് ചേർന്ന് നിങ്ങളുടെ മുമ്പിലും ഞങ്ങൾ സ്വാതന്ത്ര്യദിന ആശംസകളെ നേരുന്നു. ഈ സ്വാതന്ത്ര്യദിന ആശംസകളെ നേരുമ്പോൾ തന്നെ നമ്മൾ എന്തിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നേടിയെന്നും ഏതെല്ലാം നിലയിൽ ഈ സ്വാതന്ത്ര്യം നേടാനുണ്ട് എന്നുള്ളതും കൂടി ഈ വൈകിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം പല വിധത്തിലും സ്വാതന്ത്ര്യം നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിലും 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ ദേശനിവാസികളും ദേശസ്നേഹികളുമായ പലരും സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നാം നോക്കുമ്പോൾ പൊളിറ്റിക്കലിൽ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്, മതപരമായ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്, അങ്ങനെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ചിലതൊക്കെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം നേടാതെ അടിമത്വത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങൾ പ്രഭാതത്തിൽ നമ്മുടെ ഭവനത്തിന്റെ മുറ്റത്തേക്ക് വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ദിനപത്രത്തിന്റെ ഓരോ പേജുകളും നമ്മുടെ വീടുകളിൽ വന്നു വീഴുന്ന പത്രങ്ങൾ മനോരമയാകാം, മാതൃഭൂമിയാകാം, കൗമുദിയാകാം, അങ്ങനെ നിരവധി പത്രങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഇടുമ്പോൾ ആ പത്രത്തിന്റെ ഓരോ പേജുകളിലും നമ്മൾ കാണുമ്പോൾ ഞെട്ടിക്കുന്ന, അമ്പരപ്പിക്കുന്ന, അയ്യം വിളിക്കുന്ന, കണ്ടാൽ അറയ്ക്കുന്ന നിലയിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മളെ കേൾപ്പിക്കുന്നത്. മനുഷ്യനെ സനാതന സത്വത്തിലേക്ക് നടക്കാൻ കഴിയാതെ മനുഷ്യരിലേക്ക് നടത്തുന്ന ഒരുപാട് ആ ഇരുട്ടിന്റെ ശക്തികൾ നമ്മുടെ നാട്ടിൽ ആഞ്ഞടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു അണുബോംബ് പോലെ, അണുവിസ്ഫോടനം പോലെ നമ്മുടെ സമൂഹത്തെ കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് മദ്യവും മയക്കുമരുന്നും. ഇന്ന് വരെ 78 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ഇന്ന് വരെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ നിന്ന് നമ്മുടെ സമൂഹം പിന്നിട്ടിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ നമ്മുടെ മഹാത്മജി ഒരിക്കൽ പറഞ്ഞു, നമ്മൾ ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം നേടിയെങ്കിലും നമുക്ക് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആസക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയില്ലെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം ഇന്നും ഇരുട്ടിലാണ്. അണുബോംബ് പോലെ, അണുബോംബിനേക്കാൾ ശക്തിയുള്ള ഒരു വിസ്ഫോടനമാണ്, ശക്തിയാണ് ഈ മദ്യവും മയക്കുമരുന്നും. ചെറുപ്രായം മുതൽ, കുഞ്ഞുങ്ങൾ മുതൽ, 12 വയസ്സ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് പ്രായം മുതൽ മുകളിലേക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ അടിമകളായി തീരുന്നു എന്നുള്ള വലിയ ഞെട്ടിപ്പിക്കുന്ന സത്യം നമ്മളെവരും മറന്നു പോകരുത്. ഒരു കാലഘട്ടത്തിൽ 25 വയസ്സ് അല്ലെ 30 വയസ്സ് പ്രായം കഴിയുമ്പോഴായിരുന്നു മദ്യവും മയക്കുമരുന്നൊക്കെ അല്പമൊക്കെ സേവിക്കുക, അല്പമൊക്കെ ആ കൂട്ടുകാർ കൂടി കഴിക്കാൻ തുടങ്ങുന്നത് ഒരു നേരം പോക്കിന് വേണ്ടി. ഇന്ന് നേരം പോക്കിന് വേണ്ടിയല്ല, കലാലയങ്ങൾ പോലും കലാപഭൂമികളായി അങ്ങനെ അസാൻമാർഗ പ്രവൃത്തികൾക്ക് കൂട്ടുനിന്നുകൊണ്ട് വളരെ വഷത്വത്തിലേക്ക് നീങ്ങുന്നൊരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം നേടാം? ഞങ്ങൾ ഈ സ്വാതന്ത്ര്യ ദിന സന്ദേശവുമായി ഈ കവലയിൽ എത്തിയിരിക്കുമ്പോൾ വിലപ്പെട്ട ഒരു കാര്യം പറയുന്നു, നമ്മുടെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നേടിയിട്ടില്ല. നമ്മൾ സ്വാതന്ത്ര്യം നേടേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ പലരും ഇരുടിന്റെ അടിമത്വത്തിലാണ്. മദ്യത്തിന്റെ ആസക്തിയിൽ രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്ത് കിട്ടുന്ന 1000 രൂപയോ 1200 രൂപയോ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവരാൻ കഴിയാതെ 600ഉം 700ഉം രൂപ കൊടുത്ത് ബീവറേജിൽ പോയി അല്ലെങ്കിൽ കള്ളിഷാപ്പിൽ പോയി മദ്യം വാങ്ങി കുടിച്ച് അതിൽ നിന്ന് ബാക്കി ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലും വീട്ടു സാധനങ്ങൾ മേടിച്ചാൽ വീട്ടിലെത്താൻ കഴിയാത്ത നിലയിൽ ഏതെങ്കിലും ഓടയിലോ ഏതെങ്കിലും വഴിത്തലക്കിലോ കിടന്നിട്ട് ആ മതോന്മത്തനായി മക്കളെ പോലും കാണാൻ കഴിയാതെ ഓരോ ദിവസം തള്ളി നീക്കുന്നു. ഇങ്ങനെ വീട്ടു ചെലവിന് പോലും ഒരു ദിവസം അഷ്ടിമുട്ടി തികയാതെ വീണ്ടും ജോലിക്ക് പോകുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. ഒരു സഹോദരൻ, എൻ്റെ അയലത്തുകാരൻ ഒരു സഹോദരൻ പറയുന്നു, ഒരു ദിവസം 1100 രൂപ ശമ്പളം കിട്ടിയാൽ 200 രൂപ ലോൺ അടയ്ക്കും, 100 രൂപ മദ്യം മേടിക്കും, 600 രൂപയുടെ മദ്യം മേടിക്കും, പിന്നെ വീട്ടിലേക്ക് വാങ്ങുവാൻ ഒന്നുമില്ല.
അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പൈസ ചോദിക്കുമ്പോൾ പൈസ കടം മേടിച്ച് അയലത്തെ വീടുകളിൽ നിന്നല്ലോ വല്ലതും ചുറ്റുപാടുകളിൽ നിന്നോ വല്ല കടം വാങ്ങി ഇങ്ങനെ കൊടുക്കും. പിറ്റേ ദിവസം ഇതേ നിലയിൽ മുമ്പോട്ട് പോകുമ്പോൾ ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ കടം വാങ്ങി മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ കടങ്ങളിലേക്ക് നീങ്ങുകയാണ്. മദ്യത്തിന്റെ ആസക്തി വർദ്ധിക്കുന്നത് മുഖാന്തരം ഒരു കാലഘട്ടത്തിലും മനുഷ്യൻ ഈ മദ്യത്തിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയുന്നില്ല. മദ്യം കഴിക്കുന്ന ഒരുത്തരുടെ വീടും ഒരു മനുഷ്യന്റെ വീടും ഒരു നല്ല വീടായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. മദ്യമുണ്ടാക്കുന്ന ലോബികളുടെ വീടുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെ ശീതീകരിച്ച വാഹനത്തിൽ നല്ല ഇരുനില വീടുകളിലൊക്കെ അവർ താമസിക്കുന്നുണ്ട്. പക്ഷേ മദ്യം ഉപയോഗിക്കുന്ന ഒരുത്തരും ഇന്ന് വരെ അവരൊരു നല്ല വീട്ടിൽ താമസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവർക്ക് നല്ല വസ്ത്രം കൊടുക്കാൻ കഴിയുന്നില്ല, നല്ല നിലയിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. മദ്യത്തോട് മയക്കുമരുന്നിനോട് ഒക്കെ നമ്മൾ വിട പറഞ്ഞെങ്കിൽ മാത്രമേ സമൂഹത്തിലെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. മദ്യത്തിന്റെ ആസക്തി മുഖാന്തരം എത്രയെത്ര കുടുംബങ്ങൾ വിധവകളായിട്ടുണ്ട്, എത്രയെത്ര കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ്? ഇതിനൊക്കെ ഒരു പരിഹാരം വേണം. ഒരു നേരം പോക്കിന് വേണ്ടി തുടങ്ങുന്ന ഒരു ചെറിയ മദ്യപാനം ചെന്നെത്തുന്നത് ഒരു കുടുംബത്തിന്റെ വൻ നാശത്തിലേക്കാണ് ചെന്നെത്തുന്നത്. ഇതിനൊക്കെ നമുക്കൊരു വിമുക്തി വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങൾ ഈ കവലയിൽ വന്നെത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, എങ്ങനെയാണ് ഇതിന് പരിഹാരം? എന്താണ് പരിഹാരത്തിന്? ഒരു മാർഗമുണ്ട്. മനുഷ്യനെ സനാതന സത്യത്തിലേക്ക് നടത്തുവാൻ കഴിയാതെ മനുഷ്യനെ അക്രമത്തിലേക്ക് നടത്തുമ്പോൾ ഒരു മനുഷ്യനെ നീതിയിലേക്ക് നടത്താൻ, സത്യത്തിലേക്ക് നടത്തുവാൻ, സ്നേഹത്തിലേക്ക് നടത്തുവാൻ ഇവിടെ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗമാണ് സുവിശേഷം എന്നുള്ളത്. സുവിശേഷത്തിന്റെ ആ വക്താവായിരിക്കുന്നത്, സുവിശേഷത്തിന്റെ കാരണഭൂതനായിരിക്കുന്നത്, സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് യേശുക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ കാതൽ. സുവിശേഷം ഏതെല്ലാം ഗ്രാമത്തിൽ ചെന്നെത്തിയിട്ടുണ്ടോ ആ ഗ്രാമത്തിന് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏതെല്ലാം ദേശത്ത് ചെന്നെത്തിയിട്ടുണ്ടോ ആ ദേശത്തിന് മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏതെല്ലാം വ്യക്തികളിൽ ചെന്നെത്തിയിട്ടുണ്ടോ ആ വ്യക്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഏതെല്ലാം രാജ്യങ്ങളിൽ ചെന്നെത്തിയിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷത്തിന് മാറ്റം വരാത്ത ഒരു മേഖലയും ഇന്ന് ലോകത്തിലില്ല. സുവിശേഷത്തെ അടച്ചു കളയുവാൻ, സുവിശേഷത്തെ ഇല്ലാതാക്കി കളയുവാൻ ഒരുപാട് ആളുകളും ഒരുപാട് സമൂഹവും ഒരുപാട് രാജ്യങ്ങളും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും തരണം ചെയ്ത് സുവിശേഷം ലോകത്തിലെ നാനാ കോണുകളിലും ചെന്നെത്തിയിരിക്കുമ്പോൾ മനുഷ്യനാക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമുണ്ടെങ്കിൽ അത് സുവിശേഷം മാത്രമാണ്. ഞങ്ങൾ എന്താണ് ഇങ്ങനെ ഘോരം സുവിശേഷത്തെ കുറിച്ചും യേശു കർത്താവിനെ കുറിച്ചും പ്രസംഗിക്കുന്നത്? കാരണം മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവം, മനുഷ്യനായി ഇറങ്ങി വന്ന ഒരേ ഒരു യുഗപുരുഷനുണ്ടെങ്കിൽ, ലോകനാഥനുണ്ടെങ്കിൽ, ഒരു കർത്താവുണ്ടെങ്കിൽ, ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. എല്ലാ യുഗപുരുഷന്മാരും, എല്ലാ യോഗിവര്യന്മാരും, എല്ലാ മുനിമാരും, എല്ലാ ഗുരുക്കന്മാരും ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് ജീവിച്ച് മരിച്ച് മൺമറഞ്ഞ് നിൽക്കുമ്പോൾ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ ദൈവം മനുഷ്യനെ അവതരിച്ച് ഈ ഭൂമിയിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു, ഈ ഭൂമിയിൽ വെച്ച് തന്നെ മരിച്ചു. എന്നാൽ മൂന്നാം ദിവസവും കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് പോയി. ഞാൻ പോയതുപോലെ തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരേ ഒരു യുഗപുരുഷനുണ്ടെങ്കിൽ അത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. എന്താ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിനെ പോലെ ജനിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. യേശു കർത്താവിനെ പോലെ ജീവിച്ച ഒരു വ്യക്തിപ്രഭാവം ഈ ലോകത്തിലില്ല. യേശു കർത്താവിനെ പോലെ അത് അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിപ്രഭാവം ഈ ഭൂമിയിലില്ല. യേശു കർത്താവിനെ പോലെ മരിച്ച ഒരു വ്യക്തിപ്രഭാവം ഈ ലോകത്തിലില്ല. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? യേശു കർത്താവിന്റെ ജനനത്തിന് ഒരു പ്രത്യേകത എന്താണ്? യേശു കർത്താവിനെ പോലെ ജനിച്ച ഒരു വ്യക്തി ഭൂമി ഇന്നലെ ജനിച്ചിട്ടില്ല, ഇന്ന് ജനിച്ചിട്ടില്ല, നാളെയും ജനിക്കത്തില്ല. കാരണം എന്താണ്? യേശു കർത്താവ് ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിക്കുമെന്നും കന്യകയിൽ ജനിക്കുമെന്നും അത് നസറത്തിൽ ജീവിക്കുമെന്നും ഒക്കെ പ്രവചിച്ച പ്രവചനാനന്തരമാണ് യേശു കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചത്. യേശു കർത്താവിനെ പോലെ കന്യകയിൽ ജനിച്ച ഒരു യുഗപുരുഷൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിനെ പോലെ ജീവിച്ച ഒരു യുഗപുരുഷൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. എന്താണ് ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? കാരണം യേശു കർത്താവ് രോഗികളെ
പലരും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടായിരിക്കാം. യേശു കർത്താവ് പലരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. യേശു കർത്താവിനെ പോലെ മരിച്ചവരെ ഉയർപ്പിച്ച ഒരു യുഗപുരുഷൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. യേശു കർത്താവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്ത ഒരു യുഗപുരുഷൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. യേശു കർത്താവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിപ്രഭാവം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, യേശു കർത്താവിനെ പോലെ മരിച്ച ഒരു വ്യക്തിപ്രഭാവം ഈ ഭൂമിയിലില്ല. എന്താണ് യേശു കർത്താവിന്റെ പ്രത്യേകത? യേശു കർത്താവ് നീതിമാനാണ്. വിസ്തരിച്ച കോടതി പോലും യേശു കർത്താവ് നീതിമാനാണെന്ന് പറഞ്ഞു. യേശു കർത്താവ് വിസ്തരിച്ച ഗവർണറുടെ ഭാര്യ പറഞ്ഞു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. യേശു കർത്താവിനെ 4 കോടതിയിൽ 5 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ ഒരു പ്രാവശ്യം പോലും യേശു കർത്താവിന്റെ മേൽ ഒരു കുറ്റം ആരോപിക്കുവാൻ ഈ കോടതികൾക്ക് കഴിഞ്ഞില്ല. കോടതികൾക്ക് കുറ്റം ആരോപിക്കുക 1000 പ്രതികൾക്ക് രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി രക്ഷപ്പെടുന്ന കോടതി തത്വമുള്ളപ്പോൾ യേശു കർത്താവ് സത്യസന്ധനാണ്, നീതിമാനാണ്, വിശ്വസ്തനാണ്, സത്യവാനാണെന്ന് തെളിഞ്ഞിട്ട് പോലും യേശു കർത്താവിനെ അവർ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. യേശു കർത്താവിനെ പോലെ നീതിമാനായി തെളിഞ്ഞിട്ട് ക്രൂശിക്കാൻ ഏൽപ്പിച്ച ഒരു വ്യക്തി പ്രഭാവം മറ്റൊരാളും ഈ യുഗത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ യേശു കർത്താവിനെ അവർക്ക് ചെയ്യാവുന്ന പരമാവധി ശിക്ഷ അവർ കൊടുത്തു. 3 ആണികളിൽ മേൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവർ ക്രൂശിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. എന്തിനാണ്? യേശു കർത്താവ് ഒരു കുറ്റവാളിയാണെന്ന് തെളിയിക്കുവാൻ, യേശു കർത്താവ് ഒരു അക്രമണകാരിയാണെന്ന് തെളിയിക്കുവാൻ അവര് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. യേശു കർത്താവിനെ വിസ്തരിക്കുമ്പോൾ, യേശു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ ആ ക്രൂശീകരണ സമയത്ത് പോലും പാറകൾ പിളർന്നു, അത്ഭുതങ്ങൾ നടന്നു, ആകാശത്തെ സൂര്യൻ ഇരുണ്ടുപോയി. ഇങ്ങനെ അത്ഭുതങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ ഇന്നും നമ്മുടെ അതേ ഊണുമുറിയിലും നമ്മുടെ ഹാൾ മുറിയിലും തൂങ്ങിയാടുന്ന കലണ്ടറുകളിൽ യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18ലധികം നമ്മുടെ കലണ്ടറുകളിൽ മനോരമ, മംഗളം, കൗമുദി, ഇങ്ങനെയുള്ള മാതൃഭൂമി, ഇങ്ങനെയുള്ള കലണ്ടറിലൊക്കെ 18ലധികം യുഗപുരുഷന്മാരുടെ പേരുകൾ ജനിച്ചുവെന്നും അവരൊക്കെ ജീവിച്ചുവെന്നും അവരൊക്കെ മരിച്ചുവെന്നും രേഖപ്പെടുത്തുമ്പോൾ ഈ കലണ്ടറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന ഒരു വിലപ്പെട്ട സത്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. നിങ്ങൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ എല്ലാം വീടുകളിലെ കലണ്ടറുകൾ പറയുന്നുണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങളൊക്കെ വേറെ പണികളില്ലാത്തവരോ വേറെ ജോലികളില്ലാത്തവരോ അല്ലെങ്കിൽ നേരം പോക്കില്ലാത്തവരോ വെറുതെ തെക്കോടൊക്കെ നടക്കുന്നവരോ അല്ല. ഞങ്ങളും നിങ്ങളെ പോലെയുള്ള നല്ല ജോലികളുള്ളവരാണ്, വിവിധ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്, ആ ഹോസ്പിറ്റലിൽ ജോലിയുള്ളവരാണ്. ഇതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഈ ഗ്രാമത്തിൽ ഈ സനാതന സുവിശേഷ സത്യം ഉയർത്താൻ പ്രധാനപ്പെട്ട കാരണം യേശു കർത്താവ് മരണത്തെ ജയിച്ചവരാണ്. ഈ ഗ്രാമത്തിൽ ഈ മണ്ണിൽ നിന്നുകൊണ്ട് മരിച്ച ഒരു വ്യക്തിയല്ല പ്രസംഗിക്കുന്നത്, ചത്തൊടുങ്ങി നീറിയൊടുങ്ങിയ ഒരു വ്യക്തിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. മരണത്തെ ജയിച്ച ഒരു വ്യക്തി പ്രഭാവത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്. യേശു കർത്താവിന് മാത്രമേ മരണത്തിൽ നിന്ന് ഒരാളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുള്ളൂ. യേശു കർത്താവ് പലരെയും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ യേശു കർത്താവിന് മരണത്തിൽ നിന്ന് ഉയർക്കുവാൻ ഒരു ശക്തിയുടെയും ആവശ്യമില്ലായിരുന്നു. എന്താണ് കാരണം? യേശു കർത്താവ് ദൈവമാണെന്ന് തെളിയിച്ചു. യേശു കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം, 3 കാര്യങ്ങൾ പറയാം. 1, യേശു കർത്താവിന്റെ ജനനം. 2, യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ചത്. 3-ാമത്തെ യേശു കർത്താവ് ദൈവമാണെന്ന് തെളിയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യേശു കർത്താവ് സ്വയം ഉയർക്കുവാനിടയായി തീർന്നു. ഇവിടെ നമുക്കെല്ലാം ഈ ഭൂമിയിൽ ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ കഴിയത്തില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ലിമിറ്റഡ് പീരീഡ് ഉണ്ട്. 70 വർഷമോ 80 വർഷമോ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയത്തുള്ളൂ. ആ കാലഘട്ടം കഴിഞ്ഞാൽ നമ്മളേവരും ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ. മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. മരണത്തിലേക്ക് നമ്മളെല്ലാവരും മടങ്ങിയേ പറ്റൂ. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരിക്കലും മരിക്കാൻ കഴിയത്തില്ല. മരണം നമുക്ക് ഉറപ്പാണ്. മരണത്തെ കുറിച്ച് ഭീഷണിപ്പെടുത്താനോ പേടിപ്പെടുത്താനോ അല്ല, പക്ഷെ നമ്മളെല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. എന്നാൽ നമ്മൾ പോകുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം നാം എവിടേക്കാണ് പോകുന്നതെന്ന്. ആ സ്ഥലത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് നമ്മുടെ സുകുമാർ ആഴിക്കോട് എന്ന് പറയുന്ന കോഴിക്കോട് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ആ പ്രഭാഷകൻ ഇപ്രകാരം പറഞ്ഞു: മരണം എന്ന് പറയുന്നത്, മരണം കൊണ്ട് മനുഷ്യൻ തീരുന്നു. ജനനം എന്ന് പറയുന്ന 3 ലക്ഷം കൊണ്ട് ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ ജനിക്കുന്നു. ജീവിതം
എന്റെ പ്രിയ സുഹൃത്തെ, ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് 3 വർഷം കൊണ്ട് 3 മരണം കൊണ്ട് 3 വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. മരണത്തിനപ്പുറത്ത് നിത്യത എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. ആ നിത്യതയിലേക്ക് നമുക്ക് ഏവർക്കും വിരൽ ചൂണ്ടിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ, ഒരു സത്യമുണ്ടെങ്കിൽ, അവിടേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ അത് യേശു കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. എന്താണ് ഞങ്ങൾ ഇത്ര വീറോടെ ഇത്ര വീര്യത്തോടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. മരണത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഇവിടെ നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ അർപ്പിച്ചാൽ അതൊന്നും നമ്മളെ മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകത്തില്ല. മരണത്തിനപ്പുറത്തേക്ക് പോകുവാൻ ഒരേ ഒരു വഴി യേശു കർത്താവിലൂടെ മാത്രം. മനുഷ്യന്റെ ജീവിതത്തിൽ യേശു കർത്താവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നാം പാപിയാണ്. എന്താണ് പാപം? ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പാപം എന്നുള്ളത്. ദൈവത്തെ മറന്ന് നാം ചെയ്യുന്ന അക്രമങ്ങളും അനീതികളും കൊള്ളകളും കൊലപാതകങ്ങളും വഞ്ചനകളും ഒക്കെ പാപമാണ്. ഇങ്ങനെയുള്ള സ്വഭാവത്തോട് ഇന്ന് പകലിൽ എന്റെ സഹോദരങ്ങളെ വിട പറയൂ. പാപ സ്വഭാവത്തോട് വിട പറയൂ. പാപികളെ രക്ഷിക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ ഇനി പാപികളെ രക്ഷിക്കാനല്ല, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ രക്ഷിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇനിയും വരുന്നത്. യേശു കർത്താവിനായി നിങ്ങളുടെ ഹൃദയം കൊടുക്കുമോ? യേശു കർത്താവിനായി നിങ്ങൾ സമർപ്പിക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങളുടെ പണം കൊടുക്കണ്ട, നിങ്ങളുടെ സമയം കൊടുക്കണ്ട, നിങ്ങളുടെ യാതൊന്നും ചെലവഴിക്കണ്ട, മെഴുകുതിരി കത്തിക്കണ്ട, യാത്രകൾ ചെയ്യണ്ട. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, എന്റെ ജീവിതത്തിൽ മാറ്റം തരണമേ എന്ന് ദൈവത്തോടേറ്റ് പറയാമെങ്കിൽ യേശു കർത്താവ് നിങ്ങളുടെ പാപത്തിൽ നിന്ന് മാറ്റം വേണ്ടി തീരും. നിങ്ങളൊരു നല്ലൊരു വ്യക്തിപ്രഭാവമായി തീരും. നിങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമായി തീരും. നിങ്ങൾ ഇന്നുവരെ സമൂഹത്തിന് ദോഷമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ സമൂഹത്തെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ യേശു കർത്താവിന് കഴിയും. യേശു കർത്താവിനായി ജീവിതത്തെ സമർപ്പിക്കൂ. നിങ്ങൾ സമൂഹത്തിന് വേണ്ട വ്യക്തിയാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ട വ്യക്തിയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വ്യക്തിയാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്റെ ഉറ്റവർ എന്നെ സ്നേഹിക്കുന്നില്ല, ഉടയവർ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല. എന്നാൽ ഒറ്റ വാക്ക് പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായി എന്നോടൊപ്പം നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്നുകൊണ്ട്